ഹലോ ഹലോ നമസ്കാരം. ഈ ലൂട്ട് കിട്ടുന്ന കട ഏതാ? ലൂട്ട് കിട്ടുന്ന കട? ലൂട്ട് നമ്മൾ ഈ പബ്ജി ഒക്കെ കളിക്കാൻ നേരത്തെ ലൂട്ട് കിട്ടൂലേ? അവിടെ ചോദിച്ചാൽ കയ്യിലൊന്നും ഇരിപ്പില്ല? എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ഞാൻ ഇറങ്ങട്ടെ. ഒട്ടും മനസ്സിലായില്ല. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ദുബായ് വ്ളോഗിലെ 4ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ആക്ച്വലി ദുബായിലല്ല, നമ്മൾ ഇന്ന് അബുദാബിക്കാണ് പോകാൻ പോകുന്നത്. ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന ഫസ്റ്റ് ഡേ നമ്മുടെ അളിയന് സർപ്രൈസ് കൊടുക്കാനായിട്ട് ഡിബയിൽ പോയ ദിവസം പറഞ്ഞിരുന്നു നമ്മുടെ ഒരാൾക്ക് കൂടി സർപ്രൈസ് കൊടുക്കാനുണ്ട്, ഓൺ ബ്ലഡിന് കൊടുക്കാനുണ്ട്. നമ്മുടെ ടീംമേറ്റ് ആണ് ഓൺ ബ്ലഡ്. ഇന്ന് നമ്മൾ അബുദാബിക്ക് പോവാണ്. കുറച്ചു മുമ്പ് അച്ചായൻ എന്നെ വിളിച്ചിരുന്നു, ഒരു അരമണിക്കൂറിനകത്ത് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ റെഡി ആയിട്ടുണ്ട്. അച്ചായൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഓൺ ബ്ലഡിനെ കാണാനായിട്ട് അബുദാബിക്ക് പോകാൻ പോവാണ്. ഗൈസ്, അപ്പോൾ നമ്മൾ അബുദാബിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പോകുന്ന റൂട്ടിലുള്ള കാഴ്ചകളാണ് ഗൈസ് ഈ കാണുന്നതെല്ലാം. ശരിക്കും ദുബായ് എത്ര മനോഹരമാണെന്ന് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അങ്ങനെ നമ്മൾ ഓൺ ബ്ലഡിൻ്റെ ലൊക്കേഷനോട് അടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് അവിടെ ആയിട്ട് ഒരു ഹോസ്പിറ്റൽ കണ്ടത് ഗൈസ്. അതിൻ്റെ പേര് ഫിനിക്സ് ഹോസ്പിറ്റൽ. അപ്പോൾ തന്നെ അച്ചായൻ പറഞ്ഞ്, എടാ അത് റെക്കോർഡ് ചെയ്തോ, എന്നിട്ട് നമ്മുടെ ബ്ലോഗിലാക്കിയിട്ട് പിള്ളേരോടൊക്കെ പറ എനിക്ക് സ്വന്തമായിട്ട് ഇവിടെ ഹോസ്പിറ്റലും ഉണ്ട് എന്ന് പറയാൻ. ഗൈസ്, നമ്മൾ ഏകദേശം ഓൺ ബ്ലഡിൻ്റെ ലൊക്കേഷൻ എത്താറായിട്ടുണ്ട്. ഇവിടെ എവിടെയെങ്കിലും കാണും? അതൊന്നുമല്ല, കണ്ടാൽ എനിക്കറിയാം. അതേത് ബംഗാളിയാ? ഭയങ്കര ഹൈറ്റാ കേട്ടോ. അത് നോക്കിയാ, നല്ല ഹൈറ്റുള്ളൊരു വ്യക്തിയാണ്. റോഡ് സൈഡിൽ നിൽക്കുന്നതാണോ പറഞ്ഞേ? ഇവിടെ എവിടെയെങ്കിലും ഓൺ ബ്ലഡ് കാണും ഗൈസ്. വണ്ടി ഇവിടെ ആണെന്ന് ഒതുക്കി കഴിഞ്ഞാൽ ഇതൊന്നും അല്ല. ഷാബിയ 10 മതിലെത്തിന്ന് പറ. പരിസരത്ത് എവിടെ ഉണ്ട് ഓൺ ബ്ലഡ്? ആ അത് ശരിയാ, ബുദ്ധിയുണ്ട് അച്ചായം വിഷയം. നമ്മൾ പയ്യനെ തപ്പി നടക്കുകയാണ് കൈസ്. എവിടെ ഇവിടെ എങ്ങും പാർക്കിംഗ് സ്പേസ് ഇല്ലേ? നമ്മൾ വണ്ടി കറങ്ങുമ്പോൾ ഒന്ന് മുമ്പിൽ ചാടിയാലോ? എവിടെ ബ്രോ നിൽക്കുന്നേ? വൈറ്റ് വണ്ടി അടുത്ത് വേറെ ഒരു ഇതുണ്ടോ? വേറെ എന്തെങ്കിലും ലൊക്കേഷൻ മതിയോട് ചേർന്ന് നിൽക്കണം എന്തെങ്കിലും പറഞ്ഞ്. പെരുമാൾ എന്ന് പറഞ്ഞൊരു ഷോപ്പൊക്കെ ഉണ്ട്. ഓ എന്നാ എനിക്ക് ഒരു കാര്യം ചെയ്യാം, ബ്രോഡ് ലൊക്കേഷൻ കറണ്ട് ലൊക്കേഷൻ കിട്ടുക. കറണ്ട് ഗൈസ്, നമ്മൾ ഈ പയ്യനെ തപ്പി നടക്കാൻ പറഞ്ഞിട്ട് കുറച്ച് സമയമായി, 15 മിനിറ്റ് മുകളിലായി. അവിടെ വാ ഇവിടെ വാ എന്ന് പറയുന്നില്ല, പയ്യനെ കാണുന്നില്ല. വണ്ടിയിട്ട് നമ്മളിങ്ങനെ കറങ്ങുക. അപ്പോൾ നമ്മുടെ കോമറേഡ് ഇറങ്ങി വെളിയിൽ ഇപ്പോൾ ഉണ്ട്. പയ്യനെ തപ്പി ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരാമെന്ന് കാണുന്നില്ല. പക്ഷേ അന്ന് ചേട്ടൻ തിരിഞ്ഞ് നോക്കിയാണൊക്കെ തിരിഞ്ഞ് നോക്കാതിരുന്നാൽ മതി. ഞാൻ അടുത്തെത്തുന്നതിന് മുമ്പ് തിരിഞ്ഞ് നോക്കിക്കളഞ്ഞു. പെട്ടെന്നൊന്നും ഇതാക്കണ്ട. കോമറേഡിനെ കൊണ്ട് എത്ര സംസാരിച്ചിരിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഒന്നാമത്തെ കോമറേഡ് സംസാരിക്കത്തില്ല. ഇല്ല അങ്ങനെയും ചെയ്തില്ല. അതിനുള്ള ബുദ്ധിയൊക്കെ കോമറേഡിനുണ്ടോ?
ഇത് ആ വരുന്ന ബ്ലാക്ക് ആണോ ടീഷർട്ട്? ഇത് നേരെ ഇത് അങ്ങനൊരു ബ്ലാക്ക് ടീഷർട്ട് വരുന്നുണ്ടേ. അതെനിക്ക് കാണാൻ പറ്റുന്നില്ല കേട്ടോ. അതാന്ന് തോന്നുന്നു. ആ വരുന്നയാ. അല്ല ഇവിടെ മതിയായിരിക്കും, കുഴപ്പമില്ല. ഓക്കെ അതേ പോന്ന് പോയേ. ഇത് അതാണ് കേട്ടോ ആള്. കിട്ടിയില്ല. കാറുകൾക്കിടയിൽ കയറി സംസാരിക്കുമോ? ഇപ്പം എങ്ങനെ കാണും ഞാൻ? അവിടെ സൈഡിലാണ് വൃത്തിയിൽ മതി, കുഴപ്പമില്ല. അകത്തൂടെ കാണത്തില്ലെന്ന് പ്രതീക്ഷിക്കുന്നു എന്നെ. ഓംലെറ്റ് തടി വെച്ച് കൈ ഞാൻ ലാസ്റ്റ് കണ്ടെന്നു. കണ്ടെത്തി ആളെ കണ്ടെത്തി. നമ്മളെ ഇട്ടിത്തറ നേരം വട്ടം ചോദിച്ചിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ. ആ ചേച്ചിയുടെ മുമ്പോട്ട് എടുത്താൽ അപ്പം പുറകിൽ നിന്ന് എടുക്കാം. അപ്പം കാണത്തില്ലല്ലേ പുറകിൽ നിന്ന്. നോക്കുന്നു കേട്ടോ, ആരാന്നൊക്കെ നോക്കുന്നു. ഓ എനിക്ക് പരിചയമുള്ള ആളല്ല, എന്നാ പോട്ടെന്ന്. കാണാം. അല്ല മുഖം മറന്നിരിക്കുക, കൈ കുഴപ്പമില്ല, സെറ്റാക്കാം. വേണ്ട ഇങ്ങനെ നടക്കട്ടെ. ഇപ്പം കാണാം. ഇറങ്ങിയാലേ ഞാനങ്ങ് നേരെ ഇറങ്ങട്ടെ. ഈ കോമറേഡ് കൈയെടുത്ത് വെച്ചേക്കുന്നത് കാണാതിരിക്കാൻ അടിക്കും. അപ്പം ഞാനെന്നാണ് ഇറങ്ങാം. എന്നാ വിളി. അച്ചായൻ കോമറേഡിനെ വിളിക്കാൻ പോകണം ഗൈസ്. ഹലോ നമസ്കാരം. ഈ ലൂട്ട് കിട്ടുന്ന കട ഏതാ? ലൂട്ട് നമ്മൾ ഈ PUBG ഒക്കെ കളിക്കാൻ നേരത്തെ ലൂട്ട് കിട്ടൂലേ? അവിടെ ചോദിച്ചാൽ കയ്യിലൊന്നും ഇരിപ്പില്ല. ഇനി ഞാൻ ഇറങ്ങട്ടെ. ഒട്ടും മനസ്സിലായില്ല. എനിക്കറിയാൻ പോയിട്ടുള്ളത് ലൂട്ട് കിട്ടുന്ന കട. ലൂട്ട് കിട്ടുന്ന കട ഇപ്പൊ അങ്ങോട്ട് നോക്കിയായിരുന്നു. അല്ല, ഞാൻ വീട്ടിൽ സാധനം കിട്ടുന്നതാണ് അവിടെ പോയി. ഇതാണ് അച്ചായി. അതെല്ലാം അടുത്ത് പറഞ്ഞായിരുന്നു. കാരണം എനിക്ക് വിശ്വാസം വന്നിട്ടില്ല, ഓർത്തില്ലെന്നറിയാം. എന്തോ ഒത്തായിരിക്കാം. ഇത്ര ആയിട്ട് പിടിച്ചല്ലേ. ഞാനൊക്കെ ശ്രദ്ധിച്ചില്ല. എനിക്കറിയാം കൂടെ കയറി വരുന്ന എന്തുവാ ഇങ്ങനെ പറഞ്ഞ് പറയത്തില്ലേ നമ്മുടെ കമറയുടെ ഇടയ്ക്ക് വിളിക്കുമ്പോൾ എനിക്ക് കത്തുന്നുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ ഇങ്ങനെ ഒറ്റയ്ക്ക് വരുമെന്ന് പറയുമ്പോൾ എനിക്കൊന്നും പ്രതീക്ഷിച്ചില്ല. പിന്നെ ഒന്നുമില്ല. നമ്മളെ ഇട്ട് കറക്കി അവിടെയും പോയി ഇവിടെയും പോയി. ഇല്ല, ഞാൻ കറക്റ്റ് ലൊക്കേഷൻ അയച്ചു. ഇതിന്റെ അപ്പുറം ഈ ലൊക്കേഷൻ ഇട്ട് കൊടുത്ത് നമ്മൾ പോലെ അവിടെ പോയി 2 വട്ടം അവിടെ നിന്ന് ഇങ്ങോട്ട് വീണ്ടും കറങ്ങി. ഇതാണ് ഓൺ ബ്ലഡ്. കാണിച്ചു കൊടുക്ക. അല്ല, ഞാൻ വെച്ച് മറ്റേ ഇടയ്ക്ക് നല്ല സംഭവങ്ങളുണ്ട് ഇവിടെ. എന്നാ പോന്നെ? ഞാൻ ഈ മയക്കം പിടിച്ചിട്ട് ഞാൻ താത്തു സംസാരിക്കാം. 4-ാം തീയതി കേട്ടില്ല. ഓൺ ബ്ലഡാ? ഞങ്ങൾ 2 പേർക്കോ സെയിം ഹൈറ്റ് ആണോ? എന്നെ കാടി എന്നെ കൊണ്ട് ഞാൻ അന്നേരം പറഞ്ഞേ ഏകദേശം കോമറേഡിന്റെ ഏകദേശം പോലെ ഉണ്ടെന്ന് പറഞ്ഞത്. എനിക്ക് ഊഹം ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴാണ് മെസ്സേജ് ഇട്ടു? അത് ചോദിച്ചു ഫിനിക്സ് ഇവിടെ ഉണ്ടല്ലേന്ന്. പിന്നെ ഞാൻ അത് ഡൗട്ട് കളയാൻ വേണ്ടിയിട്ട് ഞാൻ പിങ് കൂടെ പറയുന്നുണ്ടായിരുന്നു. പിങ് കൂടലാന്ന് പറഞ്ഞു. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ടൈം ചോദിച്ചപ്പോ കുറെ നോക്കിയിട്ടൊക്കെ പറഞ്ഞത്. ഇല്ല, ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ 4 മണിക്കൂർ മുമ്പ് 1, 2, 3, 4 ഞാൻ നോക്കി ഞാനിങ്ങനെ നോക്കി ചിരിച്ചോണ്ടിരിപ്പോ ടൈം ചോദിച്ചപ്പോ എനിക്ക് സഞ്ജു ഔട്ടായി. അതിനു മുമ്പ് ഇറങ്ങി ഔട്ട് പോയോ? 35-2. അവര് 287 റൺ. സഞ്ജു ഔട്ടായോ? സഞ്ജു ഔട്ടായിട്ടില്ല.
പിന്നെ ഞങ്ങൾ അവിടെ നിന്നിട്ട് പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി ഗൈസ്. IPL, ക്രിക്കറ്റ്, ധോണി, സഞ്ജു, അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. കുറേ സമയം അങ്ങനെ അങ്ങ് പോയി. ധോണിനെ ഇഷ്ടം, എനിക്കും ധോണിനെ ഇഷ്ടമാണ്. പക്ഷേ സഞ്ജു ഉള്ളതുകൊണ്ട് രാജസ്ഥാനെ ഇഷ്ടം. പക്ഷേ ഞാൻ ആദ്യം തൊട്ട് ഫസ്റ്റ് IPL ഫസ്റ്റ് സീസൺ തൊട്ട് ഞാൻ ചെന്നൈ അന്നേരത്തെ ടീം മാറ്റി. അല്ലല്ല, അത് അവിടെ തന്നെയുണ്ട്. ഇല്ല, ഞങ്ങള് ഫുള്ള് തപ്പിയാണത്. രണ്ടുപേരുടെ തർക്കം. ഞങ്ങള് ഇവിടുന്ന് അന്ന് മറ്റേ ഞാൻ ഓംബ്ലേഡ് നരച്ച് കഴിച്ചു. 14,890 പ്രായമായി. ഞാൻ നിങ്ങളുടെ അടുത്ത് ലൈവിൽ പറഞ്ഞില്ലേ ഓംബ്ലേഡിന് നല്ല വയസ്സുണ്ട്, 5-6 പിള്ളേരൊക്കെ ഉണ്ടെന്ന്. 5-6 പിള്ളേരൊക്കെ ഓംബ്ലേഡിന് പ്രായമായി. പറയാൻ പറയാ. അല്ല, ചില സമയത്ത് ഇവിടെ മറ്റേ സീരീസ് ഉണ്ടാവും. അത് ഈ ക്ലോസ് ചെയ്ത് പോയിക്കണം. ഞാൻ ചെയ്യട്ടെ, വണ്ടി കൊണ്ട് നിർത്തിയാണ്ടോ കോമറേഡ് ഇങ്ങനെ കൈ വെച്ചിരുന്നു ഇവിടെ ക്ലാസ് കാണാതിരിക്കാനോ വല്ലോ. ഞാൻ കോമറേഡ് ഇവിടെ നിന്നിട്ട് കൈ വെച്ചേക്കോ, ഫേസ് കാണുന്നില്ല, കൈ എടുത്ത് മറച്ചു വെച്ചേക്കോ. അല്ല, ആദ്യം വന്നപ്പോഴേ വണ്ടിയിലോട്ട് നോക്കിയില്ലേ. അല്ല, പെട്ടെന്ന് വന്നപ്പോ നമ്മളിപ്പോ അതുകൊണ്ടല്ലേ നമ്മളിത്ര കോൺഫിഡൻ്റ് ആയിട്ട് വന്നത്. ഗൈസ്, അപ്പോൾ നമ്മൾ ഓൺബ്ലഡിനെ കണ്ടു. ഇനി ഇവിടുന്ന് തിരിച്ച് പോവാണ്. ഇനി നമുക്ക് അടുത്ത ഒരു സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ ഓൺബ്ലഡും ഈ മാസം, അതായത് അടുത്ത മാസം ഒരു 4-ാം തീയതി വരും. എന്ത് എനിക്ക് വോയിസ് അയച്ചു തന്നായിരുന്നു. അപ്പോൾ നമ്മൾ പോവാണ് കേട്ടോ. അപ്പോൾ ബൈ. ഒരു ഹായ് പറഞ്ഞു. പിന്നെ നമ്മളെല്ലാവരും കൂടെ അവിടെ നിന്നൊരു സെൽഫി എടുത്ത് ഗൈസ്. എല്ലാം പറഞ്ഞല്ലേ. ഓൺബ്ലഡിനെയും കണ്ടിട്ട് നമ്മൾ നേരെ പോയത് അബുദാബിയിൽ തന്നെ ഉള്ള ഒരു ടെമ്പിളിലാണ് ഗൈസ്. ബാബ്സ് മന്ദിർ എന്നാണ് ഈ ഒരു ടെമ്പിളിൻ്റെ പേര്. ബാബ്സ് മന്ദിർ എന്നാണ് അമ്പലത്തിൻ്റെ പേര്. അപ്പോൾ നമ്മുടെ നരേന്ദ്രമോദി വന്ന് ഉദ്ഘാടനം ചെയ്ത ഒരു ടെമ്പിളാണെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഓൺബ്ലഡിൽ നിൽക്കുന്ന ലൊക്കേഷൻ ഏതാണ്ട് 50 കിലോമീറ്ററോളം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അവിടുന്ന് ഇവിടെ വന്നേക്കാണ്. ഇനി ഇവിടെ എങ്ങനെയാണെന്ന് അറിയില്ല, ടിക്കറ്റും ചാർജും കാര്യങ്ങളൊക്കെ നോക്കാം. ഗൈസ്, ഇതാണ് കേട്ടോ സംഭവം. ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഉണ്ടോ? ഇവിടെ എന്തോ പണിയും കാര്യങ്ങളൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ ഇവിടെ നിന്നുള്ള വ്യൂ കൊള്ളാം കേട്ടോ. ടെമ്പിളിൻ്റെ കിടിലം, ഒരു രക്ഷയില്ല. അപ്പോൾ ഇതാണ് ബാബ്സ് മന്ദിർ. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് അതാണ് ടെമ്പിൾ. എങ്ങനെയുണ്ട്? കിടിലമല്ലേ ഗൈസ്? ഇവിടെ വന്നപ്പോഴാണ് നമ്മളൊരു സംഭവം അറിയുന്നത്. ഇവിടെ നേരത്തെ രജിസ്റ്റർ ചെയ്ത ആൾക്കാർക്ക് മാത്രമേ ഇവിടെ എൻ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ വരുന്നതിന് മുമ്പ് രജിസ്റ്റർ ചെയ്ത് QR കോഡ് ഇവിടെ കാണിക്കണം, എന്നാലേ കയറാൻ പറ്റൂ. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ വാതിൽക്ക് നിന്ന് ബാബ്സ് മന്ദിറിൻ്റെ വെബ്സൈറ്റിൽ പോയി നമ്മുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് രജിസ്റ്ററും ചെയ്ത് നേരെ അതിനകത്തേക്ക് കയറി. ആക്ച്വലി ഇതൊരു ഫോട്ടോ സ്പോട്ടാണ് ഗൈസ്. നമുക്ക് ഇവിടെ നിന്നിട്ട് ഈ ടെമ്പിളിനെ ബാക്ക്ഗ്രൗണ്ട് ആക്കി വെച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം. അതാണ് ഇവിടെ ഇത്ര ആൾക്കാരെ കാണുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ വരുന്ന വഴിക്ക് അവിടെ പ്രസാദം കൊടുക്കുന്ന ഒരു സ്ഥലം കണ്ടു. അപ്പോൾ ഞാനും കരുതി അവിടെ പോയി എന്താണ് ആ പ്രസാദം എന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഇതുവരെ ഒരു അമ്പലത്തിൽ നിന്നും ഇങ്ങനൊരു പ്രസാദം കഴിച്ചിട്ടില്ല ഗൈസ്. ഇത് നമ്മുടെ ചോറും സാമ്പാറും ഒക്കെ കൂട്ടി കഴിക്കുന്ന പോലെ എന്തോ ഒരു സാധനം. സംഭവം കൊള്ളാം.
ഗൈസ്, അപ്പോൾ ഇവിടെ വരെ നമുക്ക് ഈ ടെമ്പിളിൻ്റെ വീഡിയോ റെക്കോർഡ് ചെയ്യാനും ഫോട്ടോസ് എടുക്കാനും ഒക്കെ പറ്റത്തുള്ളൂ. അകത്തേക്ക് നമുക്ക് പോയി വീഡിയോസോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. ഇവിടെ നിന്ന് നമ്മൾ അകത്ത് കയറി തൊഴുതിട്ട് ഇറങ്ങി പോവുക എന്നുള്ള പരിപാടി മാത്രമേ ഇനി ഇവിടെ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇതോടുകൂടി നമ്മുടെ ദുബായ് വ്ളോഗിൻ്റെ 4ാം ദിവസവും ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്തൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ബൈ ഗൈസ്.